ഫുഡ് കഴിച്ചിട്ട് വെറുതെ കഥ പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് സിനാന്റെ ഫോണിലേക്ക് ടോമിന്റെ ഒരു മെസ്സേജ്. നാളെ ശുഭയുടെ ബർത്ത്ഡേ ആണ്, രാവിലെ ഓടാൻ വരുന്നോ, അവന്റെ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓടാൻ പോകാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടാവും ആരാണ് ടോമും ശുഭവും എന്നൊക്കെ. ഇവർ രണ്ടുപേരും ചേർന്ന് ലണ്ടനിൽ ഒരു റൺസ് ക്ലബ് ഉണ്ട്, ടോംസ് റൺ ക്ലബ്. ഫൺ റൺ ആണ് ഇവരുടെ മെയിൻ പരിപാടി. ഞങ്ങൾ പൊതുവെ മന്ത്ലി റണ്ണിന് പോകാറുള്ളൂ. കൂടാതെ ഇവർക്ക് ഡെയിലി റൺ ഉണ്ട്. അതിനാണ് നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞത്. അതാണ് ഇപ്പൊ മറ്റൊരു വർഷം. നാളെ രാവിലെ 7 മണിക്ക് അവിടെ എത്തണമെങ്കിൽ 6:30 ഇവിടെ നിന്ന് ഇറങ്ങണം. അലക്സ വെച്ച് അലാം നോക്ക് ഓഫാക്കാം. പക്ഷെ സിന അവനെ ഓഫാക്കാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ തുടങ്ങുന്നത് കുത്തിപ്പൊക്കാനായിട്ട്. നാട്ടിലാണെങ്കിൽ അമ്മ ഇങ്ങനെ 7 മണിക്ക് എവിടെയും പോകാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് പറയും 7:30 ആയിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ എത്താൻ ലേറ്റ്. ബജസ് പാർക്ക് എത്തിയപ്പോഴേക്കും അവരെല്ലാം ഓടി തുടങ്ങി. അവരെ തപ്പിയുള്ള ഓട്ടവും തെരച്ചിലായിരുന്നു അങ്ങോട്ട്. ഡെയിലി റണ്ണ് സ്റ്റാർട്ടിന് ആഗ്രഹിക്കുന്നവർക്കോ റണ്ണ് സ്റ്റാർട്ട് ചെയ്തു എന്ന ഒരു കമ്പനി ഇല്ലാണ്ട് വിഷമിക്കുന്നവരോ ലണ്ടനിലുണ്ടെങ്കിൽ ബജസ് പാർക്കിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ ചെന്നാൽ മതി. ഞങ്ങളുണ്ടാവില്ല, പക്ഷെ ഇവരെന്തായാലും ഉണ്ടാവും. കനത്ത മഴയാണ്, എന്നാലും ഞങ്ങൾ ഓടും. അതെന്തൊക്കെ പറഞ്ഞാൽ രാവിലെ ഈ പാർക്കിലൂടെ ഓടാൻ ഒരു രസമാണ്. താറാവും അരയല്ലോ കാക്കയും. ഇത് നാട്ടിലെ കാക്കയില്ലേ, ഇത് ഇവിടെത്തിയോ? അങ്ങനെ കുറച്ചു നേരത്തെ ഓട്ടത്തിനും തെരച്ചിന് ശേഷം ഞങ്ങൾ ടോമിനെ കണ്ടു. ശുഭ വേറെ ഏതൊരു ഗ്യാങ്ങിന്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ഇന്ന് റണ്ണിനുള്ള കാര്യം ശുഭയ്ക്ക് അറിയില്ല. ഒന്നാ തിരിഞ്ഞു പോലും നോക്കണല്ലോടാ, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഫിനിഷിംഗ് പോയിന്റ് എത്തിയപ്പോ ശുഭയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് അവിടെയും കുറച്ച് പേര്. ആ കാണുന്ന കുന്നാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇത് ഓടിക്കേറിയാണ് ഡെയിലി റണ്ണ് ഫിനിഷ് ചെയ്യുക. ചെറിയ മഴ ഉണ്ടായിരുന്നു, നല്ല വഴുക്കലും. അതുകൊണ്ട് ഇത് ഓടിക്കയറാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കുന്നിന്റെ മേളിൽ കയറുന്ന ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ ടോം ചോദിക്കുന്നത് ഒരു കോഫി ആയാലോ എന്ന്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഇവിടെ യുകെയില് മിണ്ടി തീർന്ന അപ്പ കോഫിയാ. അങ്ങനെ കോഫി ഷോപ്പ് എത്തിയപ്പോഴേക്കും കേക്ക് റെഡിയാക്കി ശുഭയുടെ ഫ്രണ്ട്സ് റെഡി ആയിരുന്നു. അത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്ന സിനാനെ കുറച്ച് നേരത്തേക്ക് കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ അവൻ 2 മതാവന്മാർ ഇടയിൽ കയറിയിരിക്കുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്ന ഇടയ്ക്ക് ഇവൻ എന്തെടുക്കുക, ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ചില്ല് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് പള്ളിയിൽ പോയില്ലോ. അപ്പൊ തന്നെ ശുഭയോട് ബൈ പറഞ്ഞു ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഇറങ്ങി. സിനാൻ അവിടെ തന്നെ ഇരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ഫോറസ്റ്റിന്റെ ബൈക്ക് എടുത്ത് ഞാൻ പള്ളിയിലേക്ക് പോയി. ഞായറാഴ്ച ആയിട്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ അമ്മ വഴക്ക് പറയേ. ബാക്കി എല്ലാത്തിനും അവൻ സമയമുണ്ട്, പള്ളിയിൽ പോകാൻ മാത്രം അവന് സമയമില്ല. ചെകുത്താൻ കയറി നടക്കുക, അങ്ങനെ എന്തെല്ലോ പറയും. പള്ളിയിൽ എത്തിയപ്പോ വളരെ നേരത്തെ കുറെ നാൾ കൂടിയിരുന്ന കുർബാന തുടങ്ങുന്നതിന് പള്ളിയിൽ പോകുന്നത്. ആഹാ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഓടാൻ പോയിട്ട് അതേ ഡ്രസ്സിൽ വിയർത്ത മുഷാണ് പള്ളിയിൽ പോകുന്നത്. ഇവിടെ അങ്ങനൊന്നുമില്ല. അല്ലെങ്കിലും കർത്താവിന് എന്ത് വിയർപ്പ്, എന്ത് ഡ്രസ്സ് അല്ലേ? അങ്ങനെയല്ലേ? കർത്താവിന് സ്വന്തം എങ്ങനെ ഇരിക്കുന്നേ? ഓ, വിന്റർ ഉണ്ടാവും അല്ലേ? അങ്ങനെ കുർബാന കഴിഞ്ഞു, ആശീർവാദം കിട്ടി. അപ്പൊ ബൈ.